ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യഥാർത്ഥത്തിൽ നിഫ്റ്റി 43 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ നല്ലൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നൽകിയത്. 24,289 എന്ന പ്രൈസിലായിരുന്നു ഓപ്പൺ ചെയ്തത്. മാത്രമല്ല അവിടെ നിന്ന് അത് വമ്പിച്ചൊരു മുന്നേറ്റത്തിലൂടെ 24,365 വരെ പോയി എന്നും കൂടി നമ്മൾ കാണണം. അങ്ങനെ മാർക്കറ്റ് വളരെയധികം ബുള്ളിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ വളരെയധികം സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് ശക്തമായ സെല്ലിങ് നിഫ്റ്റിയിൽ ആരംഭിച്ചത്. ആ ഒരു സെല്ലിങ് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ആയിരുന്നു. ഏകദേശം 500 പോയിൻറ്റിൻ്റെ ഒരു സ്റ്റീപ്പായിട്ടുള്ള ഒരു ഫോളാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടത്. അതായത് പിന്നീട് 23,847 വരെ പോയിരുന്നു. നമുക്കറിയാം 23,800 എന്നുള്ളത് വളരെ ശക്തമായൊരു സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് ലെവൽ ഉള്ളത് കൊണ്ട് അവിടെ തൽക്കാലം നിഫ്റ്റി അതിൻ്റെ ഫോള് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. പിന്നീട് ഒരു ബൈങ് അവിടെ ഉണ്ടായി. അങ്ങനെ 24,100 മുകളിലെത്തിയപ്പോൾ വീണ്ടും സെല്ലിങ് നടന്നതായിട്ട് കാണാം. അങ്ങനെ ഒരുവിധം 24,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റി കഴിഞ്ഞു. സൈക്കോളജിക്കലായിട്ടുള്ള ആ ഒരു ലെവലിൽ ക്ലോസ് ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ ആശ്വസിക്കാം. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ പാക് ടെൻഷൻ നിലവിലുണ്ടെങ്കിലും രണ്ട് രാജ്യങ്ങളും ഒരു ന്യൂക്ലിയർ പവർ ഉള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കൂടാതെ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ പോലും ഇന്ത്യയെ അത് വലിയ തോതിൽ ബാധിക്കില്ല. കാരണം ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് പാകിസ്ഥാൻ അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. കൂടാതെ ഈ ഒരു വാർ ടെററിസത്തിനൊക്കെ എഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇന്ത്യക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു സാങ്ഷൻസ് ഒന്നും ഇന്ത്യക്കെതിരെ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഈ യുദ്ധം നടക്കുകയാണെങ്കിൽ പോലും മാർക്കറ്റിൽ ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. എങ്കിലും അവിടെ റീറ്റെയിലേഴ്സ് വലിയ തോതിൽ പാനിക് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഹെവി സെല്ലിങ് കാണുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒക്കെയാണ് ഹെവി ആയിട്ടുള്ള സെല്ലിങ് നടന്നതെന്ന് കാണുകയും ഏകദേശം 2% ഫോൾ ഈ ഓരോ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകളിൽ നമുക്ക് കാണാൻ കഴിയും. മാർക്കറ്റ് വൈഡ് ആയിട്ടുള്ള മൊത്തം സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ 80% സ്റ്റോക്കുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ ആ ഒരു മൂഡ് ഇൻഡെക്സ്, അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് പൊതുവെ ഒരു എക്സ്ട്രീം ഗ്രീഡ് ലെവലിലായിരുന്നു. അപ്പോൾ ആ എക്സ്ട്രീം ഗ്രീഡ് എപ്പോഴൊക്കെ മാർക്കറ്റ് പോകുന്നുണ്ടോ തീർച്ചയായും നമ്മൾ അത്തരം സന്ദർഭങ്ങൾ ഭയപ്പെടേണ്ട സന്ദർഭങ്ങളാണ്. കാരണം അവിടെ എപ്പോഴും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ടാവും. കാരണം വാല്യുവേഷൻ ഹൈ ആവും, സ്വാഭാവികമായിട്ട് അവിടെ സെല്ലിങ് ആരംഭിക്കും. അപ്പോൾ മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഒരിക്കലും സ്ട്രെയിറ്റ് ലൈനിലല്ല മുന്നോട്ടേക്ക് പോവുക, അപ്പ് ആൻഡ് ഡൗൺസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഇന്ത്യ വിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4% കൂടിയതായിട്ട് കാണാം. 15 എന്ന ലെവലിൽ നിന്ന് ഇപ്പോൾ 17 എന്ന ലെവലിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ വിക്സ് താഴോട്ടേക്ക് വന്നു, 30 നിന്ന് 27 വന്നു. ഇന്ത്യയുടെ വിക്സ് 15 നിന്ന് 17 ഉയർന്നു. അപ്പോൾ ഇവിടെ തികച്ചും കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു വോളറ്റിലിറ്റി ഇൻഡെക്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിന് നിലവിലുള്ള ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ 23,800 24,350 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ഇപ്പോൾ ഒരു റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്നത്തെ സെക്ടർ വൈസ് പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം നിഫ്റ്റി IT ആണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത്. എല്ലാ സെക്ടോറൽ ഇൻഡെക്സുകളും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇന്നും പോസിറ്റീവിലാണ് 1% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസവും 4% ഒരു അപ്സൈഡ് മൂവ് നിഫ്റ്റി IT സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ് എന്ന് പറയുന്നത് 8,250 കോടിയുടെ ഒരു മെഗാ ബൈങ് ആയിരുന്നു. ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും വാല്യൂ ബൈങ് നടത്തുന്നത് ഈ IT ഇൻഡെക്സിലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം IT ഇൻഡെക്സിൻ്റെ PE റേഷ്യോ ആവറേജ് 26.8 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 3 വർഷത്തെ ഒരു ആവറേജ് മീഡിയൻ PE നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 32.5 ആണ്. അപ്പോൾ ആ മീഡിയം PEനേക്കാളും എത്രയോ താഴെയായിട്ട് 26 എന്ന ലെവലിലാണ് നമുക്ക് ഇതിൻ്റെ PE കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കാണുന്നുണ്ടാകാം എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ഈ നിഫ്റ്റി IT ഇൻഡെക്സിലെ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അതിലുള്ള മേജറായിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും മൊത്തത്തിൽ 10 സ്റ്റോക്കുകളാണ് അവിടെ ഉള്ളത്. അതിൽ 6 സ്റ്റോക്കുകളും അതിൻ്റെ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് PE എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ TCS, ഇൻഫോസിസ്, HCL ടെക്നോളജി, വിപ്രോ, LTI മൈൻട്രി, എംഫസിസ് ഇങ്ങനെയുള്ള 6 സ്റ്റോക്കുകൾ അതിൻ്റെ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ IT സ്റ്റോക്കുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ റഡാറിൽ വെക്കേണ്ട സ്റ്റോക്കുകളാണ്. അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഗോൾഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. നമുക്കറിയാം ഗോൾഡ് ലോകത്താകമാനം ഒരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അസറ്റായിട്ട്
ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ബൈങ് ആണ് ഗോൾഡിൽ നടക്കുന്നത്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡാറ്റ പ്രകാരം FY25 57.5 ടൺ ഗോൾഡാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാങ്ങിക്കൂട്ടിയത്. അപ്പോൾ ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കഴിഞ്ഞ 7 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബൈങ് ആണ്. കാരണം 2017 ഇതേപോലെ ശക്തമായ ബൈങ് RBI നടത്തിയത്. ഗോൾഡ് ഇത്തരത്തിൽ വാങ്ങിക്കൂട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം US ഡോളറിൽ ഉണ്ടായിട്ടുള്ള വോളറ്റിലിറ്റിയും അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ റിസ്ക്. നമുക്കറിയാം യുക്രൈൻ, റഷ്യ വാർ, മിഡിൽ ഈസ്റ്റ് ക്രൈസിസ്, ഇങ്ങനെ പല രീതിയിലുള്ള ജോഗ്രഫിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴൊക്കെ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡിനെയാണ് RBI കാണുന്നത്. അതുപോലെ നിലവിൽ US ബോണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള വോളറ്റിലിറ്റി ഒക്കെ ഇതിന് ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ RBIയുടെ നിലവിലുള്ള ഗോൾഡിൻ്റെ റിസർവ് എന്ന് പറയുന്നത് ഈ മാർച്ച് 2025 വരെയുള്ള ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ അത് 879 ടണ്ണാണെന്ന് കാണാം. കഴിഞ്ഞ വർഷം ഇതേ സമയത്തുണ്ടായിരുന്നത് 822 ടണ്ണായിരുന്നു. ഇപ്പോൾ നിലവിലെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുകൾ ഗോൾഡിൽ സൂക്ഷിക്കുന്ന കാര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടോപ്പ് 10 രാജ്യങ്ങളിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ ഇന്ത്യയുടെ മറ്റൊരു പ്രത്യേകത, ഇപ്പോൾ ടർക്കി, സ്വിറ്റ്സർലാൻഡ്, ചൈന പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ ഗോൾഡ് റിസർവ് ഇടയ്ക്കിടയ്ക്ക് വിൽക്കാറുണ്ട്. പക്ഷേ ഇന്ത്യ എത്ര ഡിഫിക്കൽട്ട് കണ്ടീഷൻ ഉണ്ടായാലും വളരെ അപൂർവമായിട്ട് മാത്രമേ ഗോൾഡ് റിസർവ് വിൽക്കാറുള്ളൂ. അപ്പോൾ കറൻസിയിൽ ഉണ്ടാകുന്ന വളറ്റിലിറ്റിയിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റിസർവ് ആയിട്ട് ഗോൾഡ് സെൻട്രൽ ബാങ്ക് ഇപ്പോൾ കണക്കാക്കുകയാണ്. അപ്പോൾ ഗോൾഡിന് ഇത്രമാത്രം പ്രാധാന്യം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ ഒരു അലോക്കേഷൻ നിർബന്ധമായിട്ട് വേണമെന്നാണ് പൊതുവെ വെൽത്ത് മാനേജേഴ്സൊക്കെ പറയുന്നത്. കാരണം ഇതൊരു ഹെഡ്ജിങ് ടൂളായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഗോൾഡ്. ഈ ഗോൾഡിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഒരു റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 87% മാത്രമാണ്. എന്നാൽ നിഫ്റ്റി 50യുടെ റിട്ടേൺ 162% ആണ്. അപ്പോൾ അവിടെ നിഫ്റ്റിയേക്കാൾ നേരെ പകുതി റിട്ടേൺ മാത്രമേ ഗോൾഡ് കഴിഞ്ഞ 5 വർഷത്തെ ലോങ് ടേം ഹിസ്റ്ററി നോക്കുമ്പോൾ കിട്ടുകയുള്ളൂ. എന്നാൽ നമ്മൾ കഴിഞ്ഞ 1 വർഷം നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ റിട്ടേൺ 31%, നിഫ്റ്റിയുടെ റിട്ടേൺ വെറും 6% മാത്രവും. അതുപോലെ കഴിഞ്ഞ 6 മാസത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ റിട്ടേൺ 22%, നിഫ്റ്റിയുടെ റിട്ടേൺ 0.58% ഡൗൺ ആണെന്ന് കാണാം. കഴിഞ്ഞ 1 മാസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ അവിടെ ഗോൾഡിൻ്റെ റിട്ടേൺ 9.2%, നിഫ്റ്റി 50യുടെ റിട്ടേൺ 1.57%. അപ്പോൾ ഇവിടെ നമ്മൾ ഗോൾഡിൻ്റെ ആ ഡാറ്റ പരിശോധിച്ചത് ഗോൾഡ് ETF-ലാണ്. നമുക്കറിയാം ഗോൾഡിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പല ഓപ്ഷൻസും നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് ഫിസിക്കൽ ഗോൾഡായിട്ട് അല്ലെങ്കിൽ ആഭരണങ്ങളായിട്ടൊക്കെ നമ്മൾ സാധാരണ ഗോൾഡ് വാങ്ങാറുണ്ട്. അതുകൂടാതെ ഗോൾഡിനെ ബേസ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഗോൾഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് ഉണ്ട്, ആ രീതിയിലും ഗോൾഡ് പർച്ചേസ് ചെയ്യാം. പക്ഷേ ഇതിനേക്കാളൊക്കെ റിട്ടേൺ നൽകുന്ന ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ടാണ്. പക്ഷേ ഇപ്പോൾ RBI ഏറ്റവും അവസാനം 2023 ഫെബ്രുവരിയിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷം പിന്നീട് അവർ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം പുതിയ സോവറിൻ ഗോൾഡ് ബോണ്ടൊന്നും RBI ഇഷ്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല. പിന്നീടുള്ള നല്ലൊരു ഓപ്ഷൻ, പ്രത്യേകിച്ച് നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡറും സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ഗോൾഡ് ETF ആണ്. ഇപ്പോൾ ഗോൾഡ് ETF-ൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതിന് നമ്മൾ ഫിസിക്കലായിട്ട് ഗോൾഡ് എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ല. അതുപോലെ അതിൻ്റെ പ്യൂരിറ്റിയെക്കുറിച്ച് നമുക്ക് വറീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ മേക്കിംഗ് ചാർജിനെ കുറിച്ച് വറീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മോഷ്ടിക്കപ്പെടുമോ എന്ന സംശയം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഏകദേശം 20ഓളം ഗോൾഡ് ETF-കൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിപ്പോൺ ഇന്ത്യയുടെ ഗോൾഡ് ബീസ്, SBIയുടെ ഗോൾഡ് ETF ഉണ്ട്, കൊട്ടാക് ബാങ്കിൻ്റെ ഗോൾഡ് ETF ഉണ്ട്. ഇങ്ങനെ ധാരാളം 20ഓളം ETF-കൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാ ETF-കളുടെയും റിട്ടേൺ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിൽ ഏകദേശം ഒരു 10% ഗോൾഡിൻ്റെ ഒരു അലോക്കേഷൻ ഉണ്ടാകണമെന്നാണ് വെൽത്ത് മാനേജേഴ്സ് പറയുന്നത്. എന്നാൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടി വരുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ മൊത്തം പോർട്ട്ഫോളിയോയിൽ ഈ ഗോൾഡിൻ്റെ അലോക്കേഷൻ 10% കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അത്തരം അധികമായിട്ട് വരുന്ന ഗോൾഡിൻ്റെ അലോക്കേഷൻ സെല്ല് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ സമയത്തും 10% അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇനി നിലവിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഗോൾഡ് ETF ഇല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് ഗോൾഡ് ETF ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇപ്പോൾ അത് ഓൾ ടൈം ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡിപ്പിൽ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ അതിൻ്റെ ഒരു ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 77 എന്ന ലെവലിലാണ് ഇപ്പോൾ നിപ്പോൺ ഇന്ത്യയുടെ ഗോൾഡ് പീസ് നമ്മൾ കാണുന്നത്. അത് ഏകദേശം ഒരു 71 എന്നുള്ള പ്രൈസ് റേഞ്ചിൽ വരികയാണെങ്കിൽ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും.
അടുത്ത ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി അതിലും താഴുകയാണെങ്കിൽ 64 എന്ന റേഞ്ച് വരെ നമുക്ക് പോകാവുന്നത്. അപ്പോൾ ഈ 64-71 എന്നുള്ള ലെവലിലേക്ക് എപ്പോഴൊക്കെയാണോ വരാൻ സാധ്യതയുള്ളത് ആ സമയത്ത് നമുക്ക് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. കാരണം അത് നമ്മുടെ പോർട്ട്ഫോളിയോക്ക് ഒരു ബാലൻസ് നൽകുകയും അതൊരു ഹെഡ്ജിങ് ടൂളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ചും ഗോൾഡിനെ കുറിച്ചും IT സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.